നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നേരത്തെ ആദ്യകാലത്ത് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിനുശേഷം ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മടങ്ങിയെത്തുന്നത് 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ്. ആ ഒളിമ്പിക്സിൽ എത്ര ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടായിരിക്കും മാറ്റുരക്കാൻ? അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ത്? ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ICC മീറ്റിങ്ങിൽ തീരുമാനമായിട്ടുണ്ട്. 6 ടീമുകളായിരിക്കും അടുത്ത ഒളിമ്പിക്സിന് ഉണ്ടാവുക. 1900 ഒളിമ്പിക്സിലാണ് ഏറ്റവും ഒടുവിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമായിട്ട് 6 വീതം ടീമുകളായിരിക്കും ഉണ്ടാവുക. നേരത്തെ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് ടോപ്പ് 6 ടീമുകൾ, അതായത് T20I റാങ്കിങ്ങിലെ ടോപ്പ് 6 ടീമുകൾ കളിക്കുക എന്നുള്ളതാണ്. അത് മാറ്റി ഇപ്പോൾ ICC മീറ്റിങ്ങിൽ തീരുമാനമെടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തൊരു അഡ്മിനിസ്ട്രേറ്റർ ടൈംസ് ഓഫ് ഇന്ത്യയോട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഡിസ്കഷൻസ് ഏതൊക്കെ ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് 6 ടീമുകൾ, ടോപ്പ് റാങ്ക്ഡ് ടീമുകൾ ഫ്രം ഈച്ച് റീജിയൻ ഓർ കോണ്ടിനെൻറ്റ്, ഓരോ കോണ്ടിനെൻറ്റിൽ നിന്നുള്ള ടീമുകളായിരിക്കും, ടോപ്പ് ടീമുകളായിരിക്കും ഇതിലുണ്ടാവുക. കൂടാതെ 6th ടീം ഒരു ഗ്ലോബൽ ക്വാളിഫയറിലൂടെ വരും. ഇനി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് ICC അധികം വൈകാതെ ഒഫീഷ്യലി അറിയിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. ഓരോ റീജിയനിൽ നിന്നും ഒരു ടോപ്പ് ടീം, അങ്ങനെ 5 ടീമുകൾ, അത് കൂടാതെ ഒരു ടീം ഗ്ലോബൽ ക്വാളിഫയർ കളിച്ചെത്തുകയും ചെയ്യും. അങ്ങനെയായിരിക്കും 6 ടീമുകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കറണ്ട് റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ക്വാളിഫൈ ചെയ്യും. ഏഷ്യയിൽ നിന്നുള്ള ടോപ്പ് ടീം ഇന്ത്യയാണ്. റാങ്കിങ്ങിൽ ഏഷ്യയിൽ നിന്നുള്ള ടോപ്പ് ടീം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ക്വാളിഫൈ ചെയ്യും എന്ന് വേണം കരുതാൻ. ദെൻ ഓഷ്യാനിയയിൽ നിന്ന്, ഇപ്പോൾ ഒരു സംശയവുമില്ല, അത് ഓസ്ട്രേലിയ തന്നെയായിരിക്കും. യൂറോപ്പിൽ നിന്ന് അവിടുത്തെ ടോപ്പ് ടീം ഇംഗ്ലണ്ടാണല്ലോ, അപ്പം ഇംഗ്ലണ്ട് ഉണ്ടാവും. ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ആയിരിക്കും. അപ്പോൾ സൗത്ത് ആഫ്രിക്ക, നമീബിയ, അങ്ങനെയൊക്കെയുള്ള ടീമുകൾ, സിംബാബ്വെ ഒക്കെ ടീമുകളാണ് ഇവിടെ കളിക്കുന്നത്. സോ പിന്നെ കുറേ ചെറിയ ടീമുകളുണ്ട്. അപ്പം സൗത്ത് ആഫ്രിക്കയാണല്ലോ അവിടുത്തെ ടോപ്പ് ടീം, അപ്പോൾ അവർ ക്വാളിഫൈ ചെയ്യും. ദെൻ പിന്നെയുള്ള ചോദ്യം ഈ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്ന് ആര് വരും എന്നുള്ളതാണ്. കാരണം USA ഉൾപ്പെടുത്തുമോ ഹോസ്റ്റ്മാർ എന്ന രൂപത്തിൽ, അതല്ല റാങ്കിങ്ങിൽ മികച്ച രൂപത്തിലുള്ള വെസ്റ്റ് ഇൻഡീസ് കളിക്കുമോ, അത് തീരുമാനമാവേണ്ടതുണ്ട്. പിന്നെ ഒരു ഗ്ലോബൽ ക്വാളിഫയർ വഴി ഒരു ടീമും എത്തും. ഇതാണിപ്പോൾ ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലോസ് ഏഞ്ചലസ് 28 LA 28 ഒളിമ്പിക്സിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് T20 റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുകളിൽ വന്നുകൊണ്ട് ക്വാളിഫൈ ചെയ്യില്ല. പക്ഷേ ഗ്ലോബൽ കോമ്പറ്റീഷനിലൂടെ, അതായത് ഗ്ലോബൽ ക്വാളിഫയറിലൂടെ എത്തുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും പങ്കുവച്ചിട്ടില്ല ICC. അത് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഒക്കെ ആയിട്ട് പുറത്തുവിടും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.